യാക്കോബ് ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ 7-8 വചനമുണ്ട്. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുതിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. യാക്കോബ് ലേഖനം 4:8 ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേരണം. നീ പത്രോസായി മാറുക, നീ പൗലോസ്ലീഹായിട്ട് മാറുക. പത്രോസിന്റെ ആത്മാർത്ഥത, പത്രോസ് ഈശോയോട് കാണിച്ച അതേ ആത്മാർത്ഥത, അത് പൗലോസ്ലീഹ ഈശോയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, ആ ആത്മാർത്ഥത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആത്മാർത്ഥത ഇന്നത്തെ തലമുറ ഏറ്റവും വലിയ അപകടം. ആത്മാർത്ഥതയില്ല, ഒന്നിനോടും ആത്മാർത്ഥതയില്ല. അതൊരു ഫ്രീ ലൈഫാണ്. അത് പോകുമ്പോൾ ക്രമ നഷ്ടപ്പെട്ടു. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. സ്വരമോടത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ ഈശോ കൂടെ ഉണ്ടാകും. നിന്റെ ഈ യാത്രയിൽ നിനക്ക് അപകടങ്ങൾ, അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ, നിന്റെ ഈ അധ്വാനം അത് സന്തോഷകരമായിട്ട് മാറണമെങ്കിൽ നിന്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം.